ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2015 പുറത്തിറങ്ങിയിട്ടുള്ള ഹരാംകോർ എന്ന ഒരു മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ സന്ധ്യ എന്ന് പറഞ്ഞ നമ്മളുടെ നായികയെ കാണിക്കുന്നു. അവളിപ്പോൾ 10th പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സ്കൂളിലുള്ള അതേ സാറിന്റെ ഒരു ട്യൂഷൻ ക്ലാസ്സിന് ഇവൾ ഈവനിങ് പോവാറുണ്ട്. ഇപ്പോൾ അതേ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന രണ്ട് വികൃതി പയ്യന്മാരെ കാണിക്കുന്നു. ഇതില് ബാല എന്ന് പറഞ്ഞൊരു പയ്യന് നമ്മളുടെ സന്ധ്യയോട് ഒരു വൺ സൈഡ് ക്രഷ് ഉണ്ട്. നമ്മുടെ സന്ധ്യയുടെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ അവൾക്ക് അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ അച്ഛൻ എന്നും നൈറ്റ് ലേറ്റ് ആയിട്ടായിരുന്നു വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അതും മിക്ക ദിവസവും അദ്ദേഹം മദ്യപിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. അവിടെ വെച്ച് കട്ടായി ഇപ്പൊ നമുക്ക് കാണിക്കുന്നത് സന്ധ്യയുടെ മാത്സ് ടീച്ചറെയാണ്. ഇദ്ദേഹം വളരെ മോശപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം 20 വയസ്സുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് വീട്ടിൽ വെച്ചിട്ട് ഇയാൾ ബാക്കിയുള്ള പെണ്ണുങ്ങളുടെയൊക്കെ എടുത്ത് വളരെ മോശമായിട്ട് പെരുമാറുന്ന ആ ഒരു രീതിയിലുള്ള വ്യക്തിയാണ്. അതും പ്രധാനമായിട്ടും ഇയാളുടെ സ്കൂളിൽ ഇയാളുടെ സ്റ്റുഡന്റ് ആയിട്ടുള്ള പിള്ളേരുണ്ട്. അവരുടെയൊക്കെ എടുത്ത് വളരെ മോശമായിട്ടാണ് ഇദ്ദേഹം പെരുമാറുന്നത്. അതായത് അവരെ ചുമ്മാ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ട് അവർക്ക് അൺകംഫർട്ട് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കണക്ക് മാഷിന് ഒരു സൈഡിൽ അയാൾക്ക് പെണ്ണുങ്ങൾ ഭയങ്കര വീക്ക്നെസ് ആണെങ്കിലും അയാൾ ആ സ്കൂളിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാറായിരുന്നു. അതായത് എല്ലാവർക്കും അയാളെ ഭയങ്കര പേടിയായിരുന്നു. കാരണം അയാൾ പെണ്ണുങ്ങളാണോ എന്ന് പോലും നോക്കാതെ എല്ലാവരെയും പിടിച്ച് ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മുടെ സന്ധ്യയുടെ അച്ഛനൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അയാൾ ഈ അധ്യാപകന്റെ പേരിൽ ഒരു കേസൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സന്ധ്യ ഇപ്പൊ എവിടെയൊക്കെ പോകുന്നോ അവിടെയെല്ലാം അവളെ ഫോളോ ചെയ്തിട്ട് ഈ രണ്ട് പയ്യന്മാരും വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ട്യൂഷൻ പഠിപ്പിക്കുന്ന സമയത്ത് സന്ധ്യയുടെ ആ ഒരു മാഷ് അതും ഇതൊക്കെ പറഞ്ഞ് അവളെ അവിടെ ഇവിടെയൊക്കെ തൊടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ രണ്ട് പയ്യന്മാരും കാണുന്നുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും ഈ കണക്ക് സാറിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്നൊക്കെ നമ്മുടെ സന്ധ്യയെ രക്ഷിക്കണമെന്ന് ഇവന്മാര് വിചാരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സന്ധ്യ നോക്കുമ്പോൾ അവളുടെ അച്ഛൻ രാത്രി നേരത്തെ എവിടേക്കോ പോവുകയാണ്. അപ്പൊ അച്ഛൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ പോലും അറിയാതെ അവള് അച്ഛന്റെ ജീപ്പിൽ കയറിയിരുന്നു. അങ്ങനെ ഇപ്പൊ വണ്ടി കൊണ്ടുപോയി നിർത്തി അച്ഛനെ ഫോളോ ചെയ്ത് അവള് പോകുന്ന സമയത്താണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്. അച്ഛന് വേറൊരു ലേഡിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അപ്പൊ അവിടെ വെച്ച് എന്തോ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ആകെ വിഷമിച്ച് അവളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു നോക്കിയപ്പോൾ ഒരുപാട് ദൂരമുണ്ട് വീട്ടിലേക്ക് പോകാൻ. പക്ഷെ അവൾ ചിന്തിച്ചപ്പോൾ അവളുടെ മാത്സ് സാറിന്റെ വീട് അടുത്തുണ്ട്. എന്നാൽ പിന്നെ അവിടെ പോയി കിടക്കാലോ എന്ന് അവൾ വിചാരിക്കുന്നു. അങ്ങനെ മാത്സ് സാറിന്റെ വീട്ടിൽ ചെന്നിട്ട് അവൾക്ക് കിടക്കാനായിട്ട് ഒരു സ്ഥലമൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം ആ സാറും വൈഫും പോയിട്ട് റൂമിൽ കിടക്കുന്നു. ആ ഒരു സമയത്ത് അവര് പരസ്പരം ഇന്റിമേറ്റ് ആവുകയാണ്. അപ്പൊ അതിന്റെ ശബ്ദമൊക്കെ പുറത്തേക്ക് നമ്മളുടെ സന്ധ്യ കേൾക്കുന്നുണ്ട്. അപ്പൊ അവൾ ഇത് എന്താണ് ശബ്ദം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ എഴുന്നേറ്റ് ജസ്റ്റ് ചെന്ന് നോക്കുന്ന സമയത്ത് അവര് ഈ രീതിയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് അവൾ കാണുന്നു. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ അവൾക്കും പെട്ടെന്ന് എന്തോ പോലെ ആവുകയാണ്. ആ ഒരു സമയത്ത് മാത്സ് സാറും അവൾ അവിടെ ഉണ്ടായിരുന്നു, അവൾ അത് കണ്ടു എന്നുള്ള കാര്യം മനസ്സിലായി. ഇത്രയും നേരം ഈ കണക്ക് സാറിന് നമ്മുടെ സന്ധ്യയുടെ മേലെ ഒരു നോട്ടം ഉണ്ട് എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു മൊമെന്റിലാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ സന്ധ്യയ്ക്കും അയാളോട് ഒരു താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സന്ധ്യ അവിടെ പോയി കിടക്കുന്ന സമയത്ത് ആ കണക്ക് സാറ് പതിയെ നമ്മുടെ സന്ധ്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളുടെ അടുത്ത് വന്നിട്ട് ജസ്റ്റ് അവളെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ റോങ് ടച്ച് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവള് ഒന്നും ചെയ്യാതെ അങ്ങനെ കിടക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഈ രണ്ട് പയ്യന്മാരുണ്ടല്ലോ, അവന്മാര് എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മളുടെ സന്ധ്യനെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. ആ ഒരു സമയത്ത് ഈ കണക്ക് സാറ് നമ്മളുടെ സന്ധ്യനെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് കാണുന്നു. അങ്ങനെ ഇപ്പൊ മാത്സ് സാറ് പോയതിനു ശേഷം സന്ധ്യ ബാത്റൂമിലേക്ക് കയറിയ സമയത്ത് ഈ പയ്യന്മാരിൽ ബാല എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ അവിടെ നിന്നും എത്തി നോക്കുന്നു. എന്നിട്ട് ബാല വന്നിട്ട് അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു പെണ്ണിനെ ഡ്രസ്സൊന്നും ഇടാതെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവളെ തന്നെ കല്യാണം കഴിക്കാന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത്, ഞാനിതാ അതുപോലെ കണ്ടു എന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട സമയത്ത് അവന്റെ കൂട്ടുകാരൻ പറയുന്നത്, അവളെ നീ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അവളും നിന്നെ അതുപോലെ കാണണമെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരുടെ മാത്സ് സാറ് ഇപ്പൊ ആ സ്കൂളിലുള്ള ടീച്ചർമാരുടെ അടുത്തൊക്കെ ഭയങ്കര ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കുഴഞ്ഞ് സംസാരിക്കുന്നതും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ അടുത്തൊക്കെ ഇച്ചിരി ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നതും ഒന്നും നമ്മുടെ സന്ധ്യക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇപ്പൊ സ്കൂൾ വിട്ടിട്ട് നമ്മളുടെ സന്ധ്യയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ മാത്സ് സാറ് ഒരു സൈക്കിളിലാണ് വരുന്നത്. അങ്ങനെ അയാൾ ഇപ്പോൾ സൈക്കിൾ കൊണ്ട് വന്ന് നമ്മളുടെ സന്ധ്യയുടെ കൂടെ സംസാരിച്ചിങ്ങനെ നടന്നു വരികയാണ്. ആ ഒരു സമയത്ത് സന്ധ്യ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു. സന്ധ്യ പറയുന്നു, ഞാനുള്ളപ്പോൾ പിന്നെ നിങ്ങൾ വൈഫിന്റെ കൂടെ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോയത്, അപ്പോൾ പിന്നെ ഞാൻ ആരാ, നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ ചോദിക്കുന്നു. അത് കേട്ട സമയത്ത് അയാൾ ചിരിച്ചുകൊണ്ട് നീ എൻ്റെ മകളെ പോലെയാണെന്ന് പറയുകയാണ്. ഇത് കേട്ട സമയത്ത് നമ്മുടെ സന്ധ്യ ആണെങ്കിൽ ദേഷ്യത്തിൽ ഞാൻ ആരുടെയും മകളൊന്നും അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ സാറ് പിന്നെ ആരാണെന്ന് അവളുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവൾക്ക് കുറച്ച് നാണമൊക്കെ വരുന്നു. ഇപ്പൊ രാത്രിയാവുന്ന സമയത്ത് നമ്മളുടെ സന്ധ്യയുടെ അച്ഛൻ അയാൾ സ്നേഹിക്കുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ അവരെ ഫോണിൽ കോൾ ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് മറ്റൊരു ലാൻഡ് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് നമ്മളുടെ സന്ധ്യയും അയാൾ സംസാരിക്കുന്നത് കേൾക്കുന്നു. അവിടെ വെച്ച് കെട്ടായി അടുത്ത ദിവസം അവളുടെ അച്ഛൻ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവള് ട്യൂഷൻ സാറിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഇപ്പൊ ട്യൂഷൻ സാർ വന്ന സമയത്ത് അവളുടെ അച്ഛന്റെ പഴയൊരു ബൈക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ
അവളെ അയാൾ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നു, എന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വേറെ സ്കൂളിലേക്ക് വിടുന്നതാണ് അച്ഛൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് സാറിനെ കാണാൻ വേണ്ടി കഴിയില്ലല്ലോ എന്ന്. എന്നിട്ട് അവളിപ്പോൾ ആ മാത്സ് സാറിൻ്റെ അടുത്ത് ഇപ്പോഴെങ്കിലും നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താന്ന് പറയൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവൾ ചോദിക്കുന്നു, ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ മകളായിട്ടാണോ തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സാറ് ചിരിച്ചുകൊണ്ട് സംടൈംസ് എൻ്റെ വൈഫിനെ പോലെയും ഞാൻ കാണാറുണ്ടെന്ന് പറയുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു സാറ് ഇത്രയും ചെറിയൊരു പെൺകുട്ടീൻ്റെ അടുത്താണ് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇയാൾ ഈ പെൺകുട്ടീനെ ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇയാളുടെ വൈഫ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറുതായി അറിഞ്ഞിട്ട് ഇയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ ഒരു കാര്യം ഒതുക്കി തീർക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മളുടെ സന്ധ്യ സ്കൂളിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് തലകറങ്ങി വീഴുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ബാല എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ വന്ന് അവളെ എഴുന്നേപ്പിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം അവളുടെ അച്ഛനും എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്തും കൂടെ നിന്നത് നമ്മളുടെ ബാല എന്ന് പറഞ്ഞ ആ ഒരു പയ്യനാണ്. ഇപ്പൊ നമ്മുടെ സന്ധ്യയ്ക്ക് ഈ സാറിന്റെ മേലെ ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം വരികയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് ഇവളെ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കാണാൻ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോയി വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ സാർ അവളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൾ ദേഷ്യം കാരണം സാറിനെ വീട്ടിലേക്ക് പോലും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ബാല എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ നമ്മളുടെ സന്ധ്യേന്റെ അടുത്ത് വന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നത്. ഒരു ദിവസം രാത്രി നമ്മളുടെ സന്ധ്യയുടെ അച്ഛൻ മദ്യപിച്ച് എല്ലാ ദിവസവും വരുന്നത് പോലെ തന്നെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ ഇത്തവണ കുറച്ചധികം കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അയാൾ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നത് അയാൾ സ്നേഹിക്കുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതിൽ അവൾക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛൻ്റെ അടുത്ത് അവൾ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നു. എന്നിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യമൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ഈ സമയത്ത് അവളുടെ അച്ഛൻ, ഞാനിത് കുറേ നാളായിട്ട് നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചതാണ്, അവർ ഭയങ്കര പാവമാണ്, അവർക്ക് ശരിക്കും അച്ഛനും അമ്മ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ നേരെ ഇപ്പോൾ ദേഷ്യപ്പെട്ട് ക്ലാസ്സിൽ പോവുകയാണ്. അങ്ങനെ ഈ ഒരു ടെൻഷനും ദേഷ്യമൊക്കെ കാരണം അവൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ആ മാത്സ് സാർ ആയിരുന്നു ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അയാൾക്കാണെങ്കിൽ സന്ധ്യ ഇപ്പോൾ അയാളെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ലല്ലോ, അതിൻ്റെ ഒരു ദേഷ്യം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അസൈൻമെന്റ് എന്താണ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് സന്ധ്യയെ ക്ലാസിന്റെ മുന്നിലേക്ക് വിളിക്കുന്നു. അപ്പോൾ അവൾ നേരെ സാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പതിയെ സാറിൻ്റെ അടുത്ത് പറയുന്നു, എന്നെ വെറുതെ നാണം കെടുത്തരുത്, ഞാൻ വിൻമില്ലിൻ്റെ അവിടേക്ക് വൈകുന്നേരം ആകുമ്പോൾ വരാമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആവുന്ന സമയത്ത് സന്ധ്യ അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് അവർ തമ്മിൽ കുറച്ച് വാക്കുതർക്കമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ സാർ അതും ഇതൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവളുടെ സമ്മതമൊന്നും ഇല്ലാതെ തന്നെ അയാൾ അവളെ ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അവളാണെങ്കിൽ ഒരുപാട് തവണ വിടുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്രയും മോശമായിട്ടുള്ള ഈ ഒരു സാറ് അവളെ ഹഗ് ചെയ്യുകയും കിസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് അവിടെ വെച്ച് അവസാനിക്കുന്നതായിരുന്നില്ല. പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ ഇത്തരത്തിൽ ക്ലോസ് ആവുകയും അതുപോലെ തന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോവുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം, വളരെ ചെറിയൊരു പെൺകുട്ടിയാണ്, ഒരു അധ്യാപകനാണ് ഈ കാര്യം ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റേജ് വരെ നമ്മുടെ സന്ധ്യ ഇതിനെയൊക്കെ എതിർത്തിരുന്നെങ്കിലും ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ പിന്നീട് അവൾക്ക് എതിർക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് കട്ടായി. ഇപ്പൊ നമ്മുടെ സന്ധ്യയുടെ അച്ഛനാണെങ്കിൽ അയാൾ സ്നേഹിക്കുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരെ പതിയെ പതിയെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്ന് അവിടെ നിന്ന് പതിയെ നമ്മളുടെ സന്ധ്യയുമായിട്ടൊക്കെ പരിചയപ്പെടുത്തി ഒരുമിച്ച് ഇപ്പോൾ അവരിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. എന്നാൽ നമ്മുടെ സന്ധ്യക്കാണെങ്കിൽ ഈ ഒരു ലേഡിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ ഇരിക്കുകയാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. നമ്മളുടെ സന്ധ്യ ഈ മാത്സ് സാറിനെ ചെന്ന് കണ്ടിട്ട് അയാളുടെ അടുത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നു. അതായത് അയാളുടെ അടുത്ത് അവൾ പറയുന്നു, എനിക്കിപ്പോൾ 1 മാസമായിട്ട് പീരീഡ്സ് കട്ടായിരിക്കുകയാണ്, എനിക്ക് തോന്നുന്നത് ഞാൻ പ്രഗ്നന്റ് ആണെന്നാണ്. അങ്ങനെ അവൾ ഭയത്തോടു കൂടി ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് സാറും ആകെ പേടിക്കുകയാണ്. എന്നിട്ട് സാറ് അവളുടെ അടുത്ത് പറയുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് ടൗണിലെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കാം. അതിനുശേഷം ഈ മാത്സ് സാറ് ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് വെറുതെ അവരെ പിടിച്ചിട്ട് എന്തിനാ വെറുതെ ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ചുമ്മാ അടിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ കുട്ടികൾ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് ഇപ്പോൾ പ്രിൻസിപ്പള് ഈ ഒരു സാറിനെ വിളിക്കുകയാണ്. കാരണം ഈ പെൺകുട്ടികളുടെ മുഖമൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സാറിനെ സ്കൂളിൽ നിന്നും ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ലീവിന്റെ സമയത്ത് മാത്സ് സാറ് നമ്മളുടെ സന്ധ്യനെ കൂട്ടിയിട്ട് ടൗണിലേക്ക് പോവുകയാണ്. അങ്ങനെ ടൗണിലെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട്, ഞാൻ ഈ പെൺകുട്ടിയുടെ മാമനാണ്, ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞു, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വിദേശത്താണ്, ഇവള് പ്രഗ്നന്റ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട്, അപ്പോൾ പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ കുട്ടി വേണമെന്നുള്ള താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ അത് അബോർട്ട് ചെയ്തോളൂ എന്ന് പറയുന്നു. എന്നാൽ ഇയാൾ ഈ രീതിയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ ഡോക്ടർക്ക് ഡൗട്ട് തോന്നുകയാണ്. ഇപ്പോഴാണ് വേറൊരു
സംഭവം നമ്മളുടെ സന്ധ്യയുടെ അച്ഛൻ സ്നേഹിക്കുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവർ ഇപ്പോൾ ആ ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അവരിപ്പോൾ കറക്റ്റ് ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് നമ്മളുടെ സന്ധ്യയെ കാണുന്നു. അപ്പോൾ ഇത് വലിയ പ്രശ്നമാകുമെന്ന് വിചാരിക്കുമെങ്കിലും ആ ലേഡി നമ്മളുടെ സന്ധ്യേനെ കുറച്ച് സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ പ്രഗ്നൻസി റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത് നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ആ ലേഡിയുടെ അടുത്ത് അവൾ ഇത് വീട്ടിൽ അച്ഛൻ അറിയരുതെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അറിയില്ലെന്നാണ് ആ ലേഡി പറയുന്നത്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ആ സാറ് നമ്മളുടെ സന്ധ്യയുടെ അടുത്ത് പറയുകയാണ്, ഇനി മുതൽ നമ്മൾ കുറച്ച് കൺട്രോൾഡ് ആയിട്ടിരിക്കണം, നീയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ സന്ധ്യയ്ക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ ഇവർ തമ്മിൽ അവിടെ വെച്ചിട്ട് ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സന്ധ്യ ദേഷ്യപ്പെട്ടു പോകുന്നു. ഇപ്പം നമ്മുടെ ബാലയെ കാണിക്കുന്നു. നമ്മുടെ ബാലയാണെങ്കിൽ ഇപ്പോൾ ഡ്രസ്സെല്ലാം അഴിച്ചു വെച്ചിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ആ ഫോട്ടോ എങ്ങനെയെങ്കിലും സന്ധ്യയെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കണം, കുഞ്ഞു മക്കളാണ്, അവർക്ക് പ്രണയത്തെക്കുറിച്ചും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു നോളജും ഇല്ല. ഏതൊക്കെയോ ഫ്രണ്ട്സ് എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ഇതൊക്കെയാണ് റിയാലിറ്റി എന്ന് ചിന്തിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പല മണ്ടത്തരങ്ങളും കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആ ഫോട്ടോയൊക്കെ കൊടുത്ത് സന്ധ്യനെ ഒന്നും കൂടി പ്രപ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ച് അവൻ ചെല്ലുന്ന സമയത്ത് സന്ധ്യയും അവളുടെ അച്ഛനും അതുപോലെ ആ ഒരു ലേഡിയും കൂടിയിട്ട് ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവൻ അവിടേക്ക് ചെന്നത് കണ്ടിട്ട് അവൻ്റെ അടുത്ത് അവളുടെ അച്ഛൻ, നീയല്ലേ ഇവളെ ഹോസ്പിറ്റലിൽ ഇരുന്ന് നോക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ബാ നമുക്ക് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മളുടെ സന്ധ്യയുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ സ്കൂളിലേക്ക് വന്നിട്ട് ആ ഒരു സാറ് പിള്ളേരെ അടിച്ച ആ ഒരു കേസില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളുടെ സന്ധ്യ തന്നെ അങ്ങോട്ട് വന്നിട്ട് ആ പിള്ളേരെല്ലാം ശരിക്കും വീണതാണ്, അല്ലാതെ സാറൊന്നും ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അവളുടെ അച്ഛൻ ഇത് കേട്ടിട്ട് അതായിരിക്കും ശരിയെന്ന് വിചാരിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ആക്ഷനും എടുക്കുന്നില്ല. ഇപ്പോൾ നമ്മളുടെ സന്ധ്യയ്ക്കാണെങ്കിൽ അവളും ആ ഒരു സാറും തമ്മിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് തീരെ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വൈഫിൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വൈഫിൻ്റെ അടുത്ത് ചെന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ അവളിപ്പോൾ പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ വൈഫ് ഇതെല്ലാം കേട്ടതിന് ശേഷം സാറ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ആ സാറും വൈഫും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വഴക്ക് നടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വലിയ രീതിയിൽ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാറിന്റെ വൈഫ് തന്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അയാൾ അപ്പോൾ നീ പോയി കഴിഞ്ഞാൽ അതെന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാളുടെ വൈഫ് അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ ഇയാളുടെ വീട്ടിലെ ഈ ഒരു വഴക്ക് നടക്കുന്നതും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ആ രണ്ട് പയ്യന്മാർ കാണുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ സാർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ പോയല്ലോ, ഉടനെ തന്നെ അയാൾ സൈക്കിൾ എടുത്തിട്ട് നേരെ നമ്മളുടെ സന്ധ്യന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഇപ്പൊ നമ്മുടെ ഈ രണ്ട് പയ്യന്മാരും ഇയാളെ ഫോളോ ചെയ്ത് പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ സാറ് വീട്ടിലേക്ക് വന്ന സമയത്ത് നമ്മളുടെ സന്ധ്യ ആണെങ്കിൽ ആ സാറിനെ കൂട്ടിയിട്ട് അവിടെയുള്ള ഒരു വിൻമില്ലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പൊ ശരിക്കും നമ്മളുടെ സന്ധ്യ വിചാരിക്കുന്നത് ഈ സാറ് അവളുടെ അടുത്ത് സോറി പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നാണ്. എന്നാൽ അയാളാണെങ്കിൽ തന്റെ വൈഫിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ഇവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇവളെ പിടിച്ച് ഭയങ്കരമായിട്ട് അടിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, വലിയ രീതിയിൽ ചിന്തിക്കാനോ ലോകത്തെക്കുറിച്ചുള്ള അറിവോ പ്രണയത്തെക്കുറിച്ചോ ബന്ധങ്ങളെക്കുറിച്ചോ ഒന്നും യാതൊരു തരത്തിലുള്ള ഐഡിയയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. കാരണം ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ ആ ഒരു സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഇത്രയും നാൾ എന്നോട് സ്നേഹം ആയിരുന്നില്ലേ, യഥാർത്ഥ പ്രണയമായിരുന്നില്ലേ, ഇയാൾക്ക് വെറും ലെസ്റ്റ് മാത്രം ആയിരുന്നോ എന്നുള്ള ഒരു തോട്ട് അവൾക്ക് ഇപ്പോഴാണ് വരുന്നത്. ഇപ്പോൾ ഈ രണ്ട് പയ്യന്മാരും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാറിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മൈദമാവൊക്കെ എടുത്തിട്ട് ആ വീട് മൊത്തം ഇങ്ങനെ എറിയുകയൊക്കെയാണ്. അതുപോലെ തന്നെ അയാളുടെ ഫോട്ടോസൊക്കെ അവിടെയുണ്ട്, അതൊക്കെ അവർ നശിപ്പിക്കുന്നു. അവന്മാർ ഇയാളുടെ വീട്ടിലേക്ക് പോയത് അയാളുടെ സൈക്കിൾ എടുത്തിട്ടാണ്. അങ്ങനെ ഇപ്പോൾ ഇയാൾ സന്ധ്യന്റെ കൂടെ നേരെ അവളുടെ വീടിൻ്റെ അങ്ങോട്ട് വന്നിട്ട് സൈക്കിൾ എടുത്ത് പോവാന്ന് വിചാരിച്ച് നോക്കുന്ന സമയത്ത് സൈക്കിൾ കാണുന്നില്ല. അങ്ങനെ ഇപ്പോൾ സാർ അവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മളുടെ സന്ധ്യ ആകപ്പാടെ വിഷമത്തിൽ കണ്ണൊക്കെ നിറഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുന്നു. ഇപ്പൊ ഇതെല്ലാം അവളുടെ അച്ഛന്റെ ലവർ കാണുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇപ്പൊ ആ സാറ് വീട്ടിൽ ചെന്ന് നോക്കുന്ന സമയത്ത് വീട് മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എല്ലാ സാധനങ്ങളും എടുത്തെറിഞ്ഞ് ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ഇയാൾ വിചാരിക്കുന്നത് ഇതെല്ലാം ഇയാളുടെ ഭാര്യ ചെയ്തതാണെന്നാണ്. അങ്ങനെ ഇപ്പൊ ഭാര്യ വന്നോന്നറിയാൻ വേണ്ടിയിട്ട് ഇയാൾ നേരെ മേലത്തെ റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരാണെങ്കിൽ ഇത് ഞാൻ ചെയ്തതല്ല എന്ന് പറയുകയാണ്. അടുത്ത ദിവസം രാവിലെ നമ്മളുടെ സന്ധ്യ എല്ലാ ദിവസത്തെയും പോലെ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അവളുടെ മുഖമൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ അവളുടെ അടുത്ത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അവള് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവളുടെ അച്ഛന്റെ ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവര് പറയുകയാണ് അവള് ഇന്നലെ വണ്ടിയിൽ നിന്നൊന്ന് വീണിരുന്നു, അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന്. അങ്ങനെ അതിനുശേഷം അവളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും അതുപോലെ
അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വരുന്നതും എല്ലാം ആ ലേഡി ആയിരുന്നു. നമ്മളുടെ സന്ധ്യ ആണെങ്കിൽ അതിനുശേഷം ആ ഒരു സാറിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാനൊന്നും പോകാറില്ല. അവൾ അവളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ പഠിത്തത്തിൽ എത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് അവൾ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും താൻ തൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു തോട്ട് അവളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ സന്ധ്യ ഈ ഒരു മനോവിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ സ്നേഹിക്കുന്ന ആ ഒരു ലേഡി അവളുടെ അടുത്ത് സംസാരിക്കുന്നു. ആ ലേഡി പറയുന്നു, നീ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെയുള്ള സെയിം സിറ്റുവേഷൻ ആണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാനും അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ 12-ാം വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചതാണ്. എൻ്റെ അച്ഛനാണെങ്കിൽ ഡെയിലി കുടിച്ചിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. സോ ആ ഒരു സമയത്ത് അച്ഛൻ ഇങ്ങനെ കുടിച്ചിട്ട് വന്നിട്ട് ബോധമില്ലാതെ കിടക്കും. ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഒരു പയ്യൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് അവൻ സ്നേഹം നടിച്ചിട്ട് എൻ്റെ അടുത്ത് നിന്ന് ലസ്റ്റ് മാത്രം എടുത്തിട്ട് അവൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഡിപ്രഷനിലൂടെയും വിഷമങ്ങളിലൂടെയും ഒക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷമാണ് ഞാൻ എന്നെ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാതെ എൻ്റെ തടിയൊക്കെ കൂടി ഇപ്പം ഞാൻ ഈ ഒരു കോലമായത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്നൊക്കെ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്നും ഞാൻ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടു. ആ ലെസൺസിൽ നിന്ന് ലേൺ ചെയ്ത് ഞാൻ മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇന്ന് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തിയത്. നമ്മുടെ മേലെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. നമ്മളുടെ പാരൻസ് ഉണ്ടല്ലോ, അവരെയാണ് തെറ്റു പറയേണ്ടത്. ശരിക്കും അവർ എന്നെ ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നെ നേർവഴിക്ക് നയിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്ക് അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് നിന്റെ അച്ഛനും നിന്നെ നല്ല രീതിയിൽ നോക്കിയിരുന്നതെങ്കിൽ നിനക്കും ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇനി എന്തായാലും നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നിനക്ക് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം. ഞാൻ നിന്നെ നോക്കിക്കോളാം. ഇനി മുതൽ നിനക്കൊരു അമ്മയായിട്ട് ഞാൻ എന്നും ഉണ്ടാകും എന്ന് അവർ പറയുന്നു. ഇത് കേട്ടപ്പോഴേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് തനിക്കൊരു അമ്മയെ ലഭിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ അവരെ കെട്ടിപ്പിടിക്കുന്നു. ഇപ്പോൾ ഈ സാറാണെങ്കിൽ എൻ്റെ പല ഡ്രസ്സുകളും കാണുന്നില്ല, നീല ഷർട്ടൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ഭാര്യേൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്. അത് ആരാണ് എടുത്തതെന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നു അയാൾ പറയുന്നു. അവിടെ വെച്ച് കെട്ടായാണ് ഇപ്പം നമുക്ക് നമ്മുടെ ബാലയെയും അവൻ്റെ ഫ്രണ്ടിനെയും കാണിക്കുന്നു. അവർ രണ്ടുപേരും ഇപ്പം ഈ സാറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്രസ്സൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്ധ്യനെ അയാൾ മിസ്യൂസ് ചെയ്യുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു റിവെഞ്ച് ചെയ്യണ്ടേ. അപ്പോൾ ഇവർ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ ഇവരുടെ മൈൻഡിൽ തോന്നിയിട്ടുള്ള കാര്യം ഇവരങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഭയങ്കരമായിട്ടുള്ള മഴ പെയ്യുന്നു. ആ സമയത്ത് ഈ സാർ അങ്ങോട്ട് വരുമ്പോൾ അയാളുടെ ഡ്രസ്സൊക്കെ ഇവന്മാരിങ്ങനെ നശിപ്പിക്കുന്നതൊക്കെ കാണുന്നു. അയാൾക്ക് ഇത് കണ്ടിട്ട് ഇവന്മാരാണിത് ചെയ്തതെന്നൊക്കെ മനസ്സിലായിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇവന്മാരുടെ പുറകെ ഓടിയിട്ട് നമ്മുടെ ബാലയുടെ ഫ്രണ്ടിനെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. ഈ സമയത്ത് ബാല ഇതെല്ലാം ദൂരെ നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഫ്രണ്ടിനെ ഇത്രയും ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ബാല അവിടെയുള്ള വലിയൊരു കല്ലെടുത്ത് കൊണ്ടുവന്നിട്ട് ആ സാറിൻ്റെ തലയിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ ബാലയുടെ ഫ്രണ്ടിനെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് കഴുത്തൊക്കെ ഞെക്കി ആ ഒരു പയ്യന് ഇപ്പോൾ അൺകോൺഷ്യസ് ആവുകയാണ്. അപ്പോൾ ഒരു ഷർട്ട് ഇങ്ങനെ ആക്കിയതിനാണോ എൻ്റെ ഫ്രണ്ടിനെ കൊല്ലാൻ നോക്കിയതെന്ന് പറഞ്ഞ് അവൻ വീണ്ടും കല്ലെടുത്ത് ആ സാറിനെ അടിക്കുന്നു. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇപ്പോൾ അൺകോൺഷ്യസ് ആയിട്ടിരിക്കുകയാണ്. ഇവൻ കുറേ അവനെ തട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എഴുന്നേക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബാലയ്ക്കാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ ഇങ്ങനെ ചെയ്തതിൻ്റെ ദേഷ്യവും അതുപോലെ തന്നെ നമ്മുടെ സന്ധ്യനെ അയാൾ മിസ്യൂസ് ചെയ്ത കാര്യങ്ങളും എല്ലാം ഓർത്തിട്ട് അയാളെ ഭയങ്കരമായിട്ട് കല്ല് വെച്ചിട്ട് തലയ്ക്ക് തന്നെ അടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അയാളും ബോധം കെട്ട് അവിടെ വീഴുകയാണ്. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ നേരെ നമ്മുടെ സന്ധ്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവിടെ വലിച്ചു പറിച്ച് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് സന്ധ്യ അവന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് നോക്കുന്നു. അങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് അവൻ കല്ലൊക്കെ വെച്ച് തലയ്ക്ക് അടിച്ചത് കൊണ്ട് തന്നെ ആ സാറ് മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ഫ്രണ്ടിന് ജീവനുണ്ടായിരുന്നു. അപ്പോൾ സന്ധ്യ ആദ്യം ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് അവനെ ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് ഒരു സ്റ്റേജിൽ ഇത് അവൻ ചെയ്തത് നന്നായി എന്നും അവൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവന് താങ്ക്സ് പറയുന്ന രീതിയിൽ സന്ധ്യ അവിടെ വെച്ചിട്ട് അവനെ ഹഗ് ചെയ്യുകയാണ്. സോ ഇത്തരത്തിലൊരു സീൻ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, ഒരു ഹാർഡ് എൻഡിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് അവർ ചെന്ന് ചാടുന്ന പലതരത്തിലുള്ള പ്രവർത്തികളെക്കുറിച്ചും ഒക്കെയാണ് ഈ ഒരു മൂവിയിലുള്ളത്. സോ ഈ മൂവി കാണുന്ന ഏതെങ്കിലും പാരൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെ ഒന്ന് കേൾക്കാനും അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും വന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് ആയിട്ട് പാരൻസ് മാറുക. സോ ആ രീതിയിൽ കൃത്യമായിട്ട് നമ്മളുടെ മക്കളെ നമ്മൾ കെയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള പല വ്യക്തികളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. സോ അത്തരത്തിലുള്ള ഒരു ഗ്രേറ്റസ്റ്റ് മെസ്സേജ് തരുന്ന ഒരു മൂവിയാണ്. സോ ഈ ഒരു മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് വീണ്ടും ലഭിക്കാനായിട്ട് സിനിമ എക്സ്പ്ലെയിനർ എന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.